കൊട്ടിയൂരിലെ പ്രധാനപ്പെട്ട ചടങ്ങുകളിൽ ഒന്നായ ഇളനീരാട്ടത്തിന് മുന്നോടിയായി കഴിഞ്ഞ ദിവസം അർദ്ധരാത്രിയിൽ ഏകദേശം പുലർച്ചോടുകൂടി തന്നെ 12 മണിക്ക് ശേഷം വൈകി കൊട്ടിയൂരിൽ നടന്ന മുത്തപ്പൻ വരവിന്റെ ദൃശ്യങ്ങളാണ്. അക്ഷരാർത്ഥത്തിൽ ആദ്യമായി കൊട്ടിയൂരിലെത്തുന്ന ഏവരെയും സ്തബ്ധരാക്കുന്ന ഒരു മനോഹരമായ കാഴ്ച എന്ന് പറയാം. അതുപോലെ തന്നെ ഒരല്പം ഭയമൊക്കെ ജനിപ്പിക്കുന്ന കാഴ്ച തന്നെയാണ് മുത്തപ്പന്റെ വരവ്. തീപ്പന്തങ്ങൾ ഏന്തിയാണ് ഭൂതഗണങ്ങളും മുത്തപ്പനും എത്തുന്നത്. കുറിച്യരുടെ അകമ്പടിയോടെ ഭൂതഗണങ്ങൾ ദക്ഷയാഗം മുടക്കാൻ എത്തിയതിന്റെ സ്മരണ പുതുക്കലാണ് മുത്തപ്പൻ വരവ്. വീരഭദ്രനൊപ്പമാണ് മുത്തപ്പൻ എത്തുന്നത്. നമുക്കറിയാം കഴിഞ്ഞ ദിവസം ഇളനീരാട്ടം നടക്കുന്ന ദിവസമാണ്. ഇളനീരാട്ടത്തിന് മുന്നോടിയായിട്ടാണ് മുത്തപ്പൻ വരവ് നടക്കുന്നത്. മുത്തപ്പൻ വരവ് കൊട്ടേരിക്കാവിൽ നിന്നാണ് കൊട്ടേരി മുത്തപ്പൻ എഴുന്നള്ളുന്നത് എന്നാണ് വിശ്വാസം. അതിനു മുൻപേ മാലോം ദേവസ്ഥാനത്ത് നിന്ന് ഒറ്റപ്പിലാന്റെ നേതൃത്വത്തിലുള്ള കുറിച്യ യോദ്ധാക്കളും ഓടപ്പന്തവുമായി ക്ഷേത്രത്തിലേക്ക് എത്തി അവർ കയ്യാല തീണ്ടുന്നു. തിരുവഞ്ചിറയിൽ എത്തിയതോടെ ഭണ്ഡാരറയിലെ വാൾ മുത്തപ്പനെ കാണിക്കും. മുത്തപ്പന് അരി ചൊരിഞ്ഞതിന് ശേഷമാണ് മടക്കുന്നത്. അതിനുശേഷമാണ് ഇളനീര് അഭിഷേകത്തിനുള്ള രാശി വിളിക്കുന്നത്. ദേവസ്ഥാനത്ത് നിന്ന് നിലവിളക്കും അതുപോലെ അകമ്പടികളും ഒക്കെയായി ഒറ്റപ്പിലാന്റെ കയ്യാലയിലെത്തി അവിടെ ഇവർ തമ്മിൽ പരസ്പരം കണ്ടതിന് ശേഷമാണ് ഇവർ മുത്തപ്പൻ കാവിലേക്ക്, കൊട്ടേരി മുത്തപ്പൻ കാവിലേക്ക് പോകുന്നത്. അതിനുശേഷം അവിടെ നിന്നാണ് കൊട്ടേരി മുത്തപ്പൻ ഇവിടേക്ക് എഴുന്നള്ളുന്നത്, ദേവസ്ഥാനത്തേക്ക് എഴുന്നള്ളുന്നത്. അതായത് ദക്ഷയാഗം നടന്ന ഭൂമിയിലേക്ക് എത്തുന്നത്. കുറിച്യ യോദ്ധാക്കളുടെ അകമ്പടിയോടെ അവർ എത്തുന്നത്. നമുക്കറിയാം കുറിച്യർ എന്ന് പറയുമ്പോൾ വനവുമായി ബന്ധപ്പെട്ടവരാണ്, വനവാസികളാണ്. അതുകൊണ്ട് തന്നെ വനത്തിൽ വസിക്കുന്നത് കൊണ്ട് തന്നെ വളരെ ആ ഒരു രീതിയിലാണ് അവരുടെ വരവും ഒക്കെ നടക്കുന്നത്. രാത്രിയുടെ ആ സമയത്ത് നമുക്ക് ക്ഷേത്രത്തിലെ എല്ലാ പ്രകാശങ്ങളും അണയുകയും ചെയ്യും. ആ ഇരുട്ടിലൂടെ ഒരുതരം ശബ്ദം പുറപ്പെടുവിച്ചുകൊണ്ടാണ് അവർ തീപ്പന്തങ്ങളും ഏന്തി വരുന്നത്. ആ കാഴ്ച ആദ്യമായി കാണുന്നവർക്ക് എന്താണ് സംഭവിക്കുന്നത് എന്നറിയാതെ ഒരു അത്ഭുതം ഉണ്ടാക്കുന്നത്, അതോടൊപ്പം ഒരല്പം ഭയമൊക്കെ ജനിപ്പിക്കുന്നതാണ്. പലരും എന്താണ് എന്താണ് എന്നുള്ള രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിക്കുന്നതും ഒക്കെ നമുക്ക് കാണാൻ സാധിക്കും. പക്ഷെ ഇതിന്റെ പിന്നിലുള്ള ഐതിഹ്യം ഇങ്ങനെയാണ്. ഭൂതഗണങ്ങളെ ഭഗവാൻ അയക്കുന്നതാണ്. ദക്ഷയാഗം മുടക്കുക, സതീദേവിയുടെ ആത്മാഹുതിയിൽ പ്രതിഷേധിച്ച് അതിൽ വേദന പൂണ്ട ശിവന്റെ ഭൂതഗണങ്ങൾ ഭഗവാനെ സഹായിക്കാൻ, ഭഗവാനോടുള്ള ആ ഒരു പിന്തുണ ദക്ഷനോട് കാണിക്കാൻ, ദക്ഷന്റെ യാഗം നടക്കരുത് എന്ന ആ ഒരു ഉദ്ദേശത്തോടു കൂടി അവർ രോഷാകുലരായി കോപാഗ്നിയിൽ ജ്വലിച്ച് വരുന്നതാണ്. ഭഗവാൻ കോപാഗ്നിയിൽ കോപത്തോടു കൂടി നിൽക്കുന്ന അതേ സമയത്ത് തന്നെയാണ് ഭൂതഗണങ്ങൾ കുറിച്യരുടെ അകമ്പടിയോടെ ഇങ്ങനെ എത്തുന്നത് എന്ന് വിശ്വാസം. അവർ കയ്യാല തീണ്ടുന്ന സമയത്ത് അവിടെ കിട്ടുന്ന സാധനങ്ങളെല്ലാം കൈവശമാക്കി പോകും എന്ന ഒരു വിശ്വാസമുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ ഈ ഒരു കാലഘട്ടത്തിൽ അവർ കൊണ്ടുപോകാൻ സാധ്യതയുള്ള സാധനങ്ങളൊക്കെ മാറ്റിവെക്കൽ പതിവുണ്ട് എന്നൊരു കേൾവി അവിടെ നിന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നു. പല സാധനങ്ങളും അവരെ കാണാതെ ഒളിപ്പിച്ചു വെക്കുക, അവർ എടുത്തുകൊണ്ട് പോയാൽ അത് പിന്നെ നമുക്ക് തിരിച്ചു ചോദിക്കാനോ മടക്കി വാങ്ങാനോ സാധിക്കുകയില്ല. അതുകൊണ്ട് തന്നെ അത് മാറ്റിവെക്കുക എന്ന ഒരു രീതിയും അവിടെ നടക്കുന്നുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ വളരെ രസകരമായ, ഒപ്പം കൗതുകം ജനിപ്പിക്കുന്ന, ഭക്തി ജനിപ്പിക്കുന്ന ഒക്കെ എല്ലാ വികാരങ്ങളും ഒരുപോലെ പ്രതിഫലിപ്പിക്കുന്ന ഒരു ചടങ്ങ് തന്നെയാണ് ഈ മുത്തപ്പൻ വരവ് എന്ന് പറയുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായി തോന്നുന്നത്, ഏകദേശം കഴിഞ്ഞ ദിവസം തന്നെ 1 മണിക്ക് ശേഷമാണ് ഈ മുത്തപ്പൻ വരവ് നടക്കുന്നത്. അപ്പോൾ രാത്രിയുടെ നിശബ്ദതയുണ്ട്, ഇന്നലെ കനത്ത മഴയുണ്ടായിരുന്നു, ആ പ്രകൃതിയുടെ ഒരു താളം അതിനോടൊപ്പം ഉണ്ടായിരുന്നു. ആ സമയത്ത് തന്നെ ഈ സ്മരണ പുതുക്കുന്ന ഈ ഒരു ചടങ്ങ് വീണ്ടും പുനരാവിഷ്കരിക്കുക എന്ന് പറയുമ്പോൾ അത് പുതിയ തലമുറയ്ക്ക് ഒരു വലിയ അനുഭവമായി മാറുന്ന ഒരു കാഴ്ച കൂടി ഞങ്ങൾക്ക് അവിടെ കാണാൻ സാധിച്ചു. ഇതുപോലെയുള്ള വളരെ പ്രത്യേകത നിറഞ്ഞ, ഒപ്പം നിഗൂഢത നിറഞ്ഞ, ഭക്തി നിറഞ്ഞ ഒരുപാട് കാഴ്ചകളാണ് കൊട്ടിയൂരിൽ ഓരോ ഭക്തർക്കും കാണാൻ സാധിക്കുന്നത്.